JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് ദേവതാ വിഷയമാണ്. സാധാരണ ചാനലുകളിൽ ഒന്നും തന്നെ പറയാത്ത കാര്യമാണ് ഈ ദേവതാ വിഷയം. ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ ഓരോ ദേവതയെ സൂചിപ്പിക്കാറുണ്ട്. സാധാരണഗതിയിൽ ഇതൊക്കെ കൂലങ്കക്ഷമായി ചിന്തിക്കുന്നത് ക്ഷേത്രത്തിലെ ദേവപ്രശ്നത്തിലും അതുപോലെ തന്നെ പുതുതായി ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ദേവീദേവന്മാർ അല്ലെങ്കിൽ അവിടെ സാന്നിധ്യമുള്ളത് ആരാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുമൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. എങ്കിലും ജ്യോതിഷം പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ജ്യോതിഷത്തിൽ താല്പര്യമുള്ളവർക്കും ഒക്കെ തന്നെ ഓരോ ഗ്രഹങ്ങളും മോശമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് ഏത് ദേവതാ രൂപത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അതനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. പൊതുവായ ചില കാര്യങ്ങളുണ്ട് ദേവതാ സാന്നിധ്യത്തെ സംബന്ധിച്ച്. അതാണ് മിക്കവാറും എല്ലാവരും തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നവരും പറയുന്നത്. എന്നാൽ അതിനെ സംബന്ധിച്ച് വിശദമായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. കോമണായിട്ട് പറയുന്നത് ശിവൻ സൂര്യനാണെന്ന്, അല്ലെങ്കിൽ സൂര്യൻ എന്ന ഒരു നക്ഷത്രത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും ശിവനാണ്. ചന്ദ്രനാണെങ്കിൽ ശ്രീപാർവതിയാണ് അല്ലെങ്കിൽ ദുർഗയാണ്. ബുധനാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഏതെങ്കിലും അവതാര മൂർത്തികളോ അതല്ലെങ്കിൽ ശ്രീകൃഷ്ണനോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ദേവതകളെ, വിഷ്ണുവിൻ്റെ ദേവതകളെ പറയാറുണ്ട്. വ്യാഴമാണെങ്കിൽ മഹാവിഷ്ണുവാണെന്നും പറയുന്നു, ബ്രഹ്മാവാണെന്നും പറയുന്നു. ശുക്രനാണെങ്കിൽ ഗണപതിയും ഭഗവതിയും ലക്ഷ്മിയും ഒക്കെ ആയിട്ട് സൂചിപ്പിക്കും. കാരണം ഇതെല്ലാം ഓരോ നിൽക്കുന്ന രാശിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെയൊക്കെ ഭേദങ്ങൾ വരിക. ശനിയാണെങ്കിൽ ശാസ്താവായിട്ടും പറയും, ലോകപാലകന്മാരായിട്ടും പറയും. ചൊവ്വയാണെങ്കിൽ മിക്കവാറും സുബ്രഹ്മണ്യനായിട്ടുമാണ് പറയുന്നത്. എന്നാൽ ഇതിനൊക്കെ തന്നെ ഈ ദേവതാ വിഷയങ്ങൾക്കൊക്കെ തന്നെ വളരെ വിശദമായ ചില സൂചനകൾ നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് സൂര്യനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ വരുന്ന ദേവതാ വിഷയങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ്, അത് ഭേദം. ഇപ്പോൾ ശിവൻ പറയുമ്പോൾ തന്നെ നമ്മൾ ശിവനെ കണക്ക് കൂട്ടിയാൽ തന്നെ ശിവൻ്റെ ഏതെല്ലാം ഭാവഭേദങ്ങളിലുള്ളതും ഏതെല്ലാം രൂപങ്ങളിലുള്ളതുമായ ശിവരൂപങ്ങളുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഓരോന്നും ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിന് പറഞ്ഞതിൽ നിന്ന് ഭിന്നമായി വരുന്ന രൂപങ്ങളുടെയും ഭാവങ്ങളുടെയും ഒക്കെ സ്ഥിതി നമുക്കറിയാൻ സാധിക്കും എന്നുള്ളതാണ്. സൂര്യൻ ഉഭയരാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചരസ്ഥിര ഉഭയം, അങ്ങനെയാണല്ലോ രാശികൾ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആദ്യത്തെ കന്നിരാശിയും മിഥുനൻ രാശി, കന്നിരാശി, ധനുരാശി, മീനൻ രാശി, ഈ 4 കോൺരാശികളാണ് സാധാരണ ഉഭയരാശികളായി പറയുന്നത്. അതിൽ ആദ്യത്തെ 10 ഡിഗ്രിയിലാണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ, അതായത് ആദ്യ ദിരേക്കാണെന്ന് പറയും, അങ്ങനെയാണെങ്കിൽ അത് സുബ്രഹ്മണ്യനായിരിക്കും എന്നുള്ളതാണ്. സൂര്യനെ കൊണ്ട് പൊതുവെ പറയുന്നത് ശിവനും ശിവഭൂതഗണങ്ങളുമാണ്. എന്നാൽ ഈ പ്രത്യേക അവസരം, അതായത് ഡിഗ്രി കണക്കാക്കി നോക്കുമ്പോഴും അതുപോലെ രാശിയുടെ സ്ഥിതി കണക്കാക്കി നോക്കുമ്പോഴുള്ള വ്യത്യാസത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉഭയരാശിയിൽ ആദ്യത്തെ 10 ഡിഗ്രിയിൽ സൂര്യൻ വന്നാൽ അത് സുബ്രഹ്മണ്യനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഉഭയരാശിയിൽ രണ്ടാമത്തെ 10 ഡിഗ്രിയിൽ, അതിനെ മധ്യദിരേക്കാണം എന്നാണ് പറയുന്നത്, അങ്ങനെ വന്നാൽ ആ സൂര്യൻ ഗണപതിയാണ് മുഖ്യമായിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ ഓജരാശിയിൽ മധ്യദിരേക്കാണവും ഗണപതിയാണ്. മകരം, കുംഭം ആദ്യ ദിരേക്കാണത്തിൽ ആദ്യത്തെ 10 ഡിഗ്രി, മകരം കുംഭം ശനിയുടെ രാശിയാണെന്ന് അറിയാമേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ 10 ഡിഗ്രിയിൽ മകരം കുംഭത്തിലെ സൂര്യൻ വരുന്നത് അത് കിരാതമൂർത്തി എന്നുള്ള ഒരു ഭേദത്തിൽ വരുന്നതാണ്. അതുപോലെ മകരം കുംഭത്തിൽ ആദ്യത്തെ 10 ഡിഗ്രിയിൽ വരുന്നത്, ഈ മകരം കുംഭത്തിലെ കിരാതമൂർത്തി എന്ന് പറയുന്നത് അവസാനത്തെ 10 ഡിഗ്രിയാണ്, അതായത് അന്ത്യദിരേക്കാണം. ആദ്യത്തെ 10 ഡിഗ്രിയിൽ ആദ്യ ദിരേക്കാണത്തിൽ വരുന്നത് ഖണ്ഡാർഖണ്ഡനാണ്. ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ സൂര്യൻ വന്നാൽ അത് അർദ്ധനാരീശ്വരനാണ് എന്ന് പറയുന്നു. ചൊവ്വായുടെ കേന്ദ്രത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ ഭൈരവൻ. ബുധൻ്റെ കേന്ദ്രത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ അത് ശങ്കരനാരായണനാണ്.
ഗുരുവിൻ്റെ കേന്ദ്രത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ ദക്ഷിണാമൂർത്തി ആയ ഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ശുക്രൻ്റെ കേന്ദ്രത്തിൽ വരുമ്പോൾ നടരാജൻ എന്നും പറയും. അപ്പോൾ ഗുരുവിൻ്റെ കേന്ദ്രത്തിൽ ദക്ഷിണാമൂർത്തി എന്നും മൃത്യുഞ്ജയൻ എന്നും പറയുമ്പോൾ ശുക്രൻ്റെ കേന്ദ്രത്തിൽ വരുമ്പോൾ നടരാജനായി മാറുന്നു. ശനിയുടെ കേന്ദ്രത്തിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് കിരാതമൂർത്തിയുടെ ഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇനി ഗണപതിയുടെ മറ്റു രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഉഭയരാശിയിൽ രണ്ടാമത്തെ 10 ഡിഗ്രി, അതായത് മധ്യരേഖാണത്തിൽ ആ 10 ഡിഗ്രി കഴിഞ്ഞ് 20 ഡിഗ്രിക്ക് ഉള്ളിലാണ് വരുന്നത് എങ്കിൽ ഉഭയരാശിയിൽ ആ സൂര്യൻ വന്നാൽ ഈ പറയുന്ന ഗണപതിയാണ്. ഓജരാശിയിൽ രണ്ടാമത്തെ 10 ഡിഗ്രി, അതായത് 10 ഡിഗ്രി കഴിഞ്ഞ് 20 ഡിഗ്രിയുള്ള മധ്യരേഖാണത്തിൽ സൂര്യൻ വന്നാലും ഗണപതിയാണ്. ഇനി സൂര്യശുക്രന്മാർ ഇടവൻ രാശിയിൽ, മുമ്പ് ഞാൻ ശുക്രനും ഗണപതിയാണ് എന്നൊരു സൂചന തന്നിരുന്നു ആദ്യം. അതാണ് സൂര്യനും ശുക്രനും ഇടവൻ രാശിയിൽ അവസാനത്തെ ദ്രേക്കാണത്തിൽ, അതായത് അന്ത്യദ്രേക്കാണത്തിൽ 20 ഡിഗ്രി കഴിഞ്ഞ് 30 ഡിഗ്രിയിലാണ് വരുന്നത് എങ്കിൽ അതും ഗണപതിയാണ്. ഇടവ നവാംശകത്തിൽ നിന്നാലും ഗണപതിയാണ്. അതായത് സൂര്യശുക്രന്മാർ ഇടവൻ രാശിയിൽ നിൽക്കുകയും ഇടവം നവാംശകത്തിൽ തന്നെ വരികയും ചെയ്താലും ഗണപതിയാണ്. ഇതാണ് ഗണപതിയുടെയും അതുപോലെ തന്നെ സൂര്യൻ്റെയും ഓരോ രാശിയിൽ സൂര്യൻ വരുമ്പോൾ ഉള്ള ഭേദമനുസരിച്ച് വരുന്ന ദേവതാരൂപങ്ങൾ. ഇനി പ്രശ്ന രീതിയിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മേടൻ രാശിയിലെ സൂര്യൻ ബ്രഹ്മരാക്ഷസനെന്നും ഇടവത്തിലെ വീരമൃത്യു വരിച്ചവൻ എന്നും പറയുന്നു. മിഥുനത്തിലെ അതും വീരമൃത്യു വരിച്ചവനാണ്, ശൂദ്രവീരൻ എന്നാണ് അതിൽ പറയുന്ന പേര്. കർക്കിടകത്തിൽ തീരദേശത്ത് വസിക്കുന്നവനെ സൂചിപ്പിക്കുന്നു, തീരദേശവാസി, അത് മരിച്ചുപോയ ആളായിരിക്കും ചിലപ്പോൾ. ചിങ്ങത്തിൽ ബ്രഹ്മരാക്ഷസൻ, കന്നിയിൽ വീരഭദ്രൻ, തുലാത്തിൽ ഭൈരവൻ, വൃശ്ചികത്തിലെ സൂര്യൻ വീരഭദ്രൻ, ധനുവിലെ സൂര്യൻ യുദ്ധഭൂമിയിലെ വീരൻ, അതായത് യുദ്ധത്തിൽ മരണപ്പെട്ടവൻ എന്നാണ്, വീരനായി മരിച്ചവൻ. മകരത്തിലെ സൂര്യൻ ഖണ്ഡാർഖണ്ഡനും, കുംഭത്തിലേത് ഭൈരവനും. മീനൻ രാശിയിൽ കൊടുത്തിരിക്കുന്ന പേര് എന്താണെന്ന് മനസ്സിലാകുന്നില്ല, അത് മീനഗോ എന്നാണ്. ഇനി മത്സ്യരൂപത്തിലുള്ളതെന്നാണോ എന്താണെന്ന് വ്യക്തമാവുന്നില്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മറ്റു ചില കാര്യങ്ങൾ പറയുന്നത്, 9ാം ഭാവാധിപന് സൂര്യൻ്റെ യോഗദൃഷ്ടി വന്നാൽ 9ാം ഭാവാധിപൻ, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഓരോ ഭാവത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം ഇവിടെ 9ാം ഭാവാധിപന് സൂര്യൻ്റെ യോഗദൃഷ്ടികൾ വന്നാൽ അത് ശിവലിംഗത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. 9ൽ ബുധൻ അഥവാ 9ാം ഭാവാധിപന് ബുധൻ്റെ യോഗം കൂടി വന്നാൽ സാളഗ്രാമത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. സാളഗ്രാമത്തിൻ്റെ മൂർത്തിഭേദം 9ാം ഭാവാധിപൻ്റെ അംശകം കൊണ്ട് കണ്ടുപിടിക്കണം എന്നാണ്. അംശകസ്ഥിതിയിൽ 9ാം ഭാവാധിപൻ്റെ അംശകം എങ്ങനെ വരുന്നു, അതനുസരിച്ചുള്ള ഭേദത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇനി അല്ലാതെ പറയുന്നതും സൂര്യനെ സംബന്ധിച്ച് പറയുന്ന ചില കാര്യങ്ങൾ, മേടം വൃശ്ചികൻ രാശിയിൽ സൂര്യൻ നിന്നാൽ അത് ശിവനാണെന്ന്, അന്ത്യദ്രേക്കാണത്തിലാണെങ്കിൽ വീരഭദ്രൻ, വൃശ്ചികത്തിലെ സൂര്യന് സ്വയംഭുവായ ശിവനെയാണ് സൂചിപ്പിക്കുന്നത്. മേടം 10 മുമ്പ് ആണ് എങ്കിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ചത് എന്ന് പറയും. അതായത് മേടം 10 ഡിഗ്രിക്ക് മുമ്പുള്ള സൂര്യൻ്റെ സ്ഥിതി. അതുപോലെ മേടം 10 ശേഷമാണെങ്കിൽ അത് മനുഷ്യൻ പ്രതിഷ്ഠിച്ചതാണ് എന്നുള്ളത്. ഇടവത്തിലെ സൂര്യൻ യക്ഷിയെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ആ ഇടവൻ രാശിയിലും ഈ സൂര്യൻ വരുന്ന പാവയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു ഇതാണ് യക്ഷി. അതുപോലെ മിഥുനം രാശിയിൽ സൂര്യൻ വരുമ്പോൾ അത് മഹാവിഷ്ണുവിനെയും, കർക്കിടകത്തിലെ സൂര്യൻ ധർമ്മദൈവത്തെയും നാഗത്തെയും സൂചിപ്പിക്കുന്നു. ചിങ്ങത്തിൽ ഉപാസനാമൂർത്തിയാണ്. ചിങ്ങത്തിലെ സൂര്യൻ മിക്കവാറും ശിവൻ തന്നെയാണ് എന്നുള്ളതാണ്, എങ്കിലും അതിന് വേറിട്ട് പറയുന്നത് ഉപാസനാമൂർത്തി ആയിരിക്കും എന്നുള്ളതാണ്. കന്നിയിൽ
ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം മുതലായ അവതാരമൂർത്തികളെയും പറയുന്നുണ്ട്. തുലാത്തിൽ ഭദ്രകാളിയും, അത് അന്ത്യതിരേക്കാണമാണെങ്കിൽ ഭൈരവനും, ധനുവിൽ ഗന്ധർവനും യക്ഷനും, മകരം കുംഭം രാശിയിൽ വരുന്നത് അയ്യപ്പന്, അതുപോലെ കിരാതമൂർത്തി, നായാട്ട് ദേവത, പിശാചിവർഗം, വേട്ടയ്ക്കൊരു മകൻ ഇങ്ങനെയുള്ളതും. മീനം രാശിയിൽ ഗന്ധർവ സ്ത്രീ, യക്ഷസ്ത്രീ എന്നിങ്ങനെയും പറയുന്നു. മകരം കുംഭം അന്ത്യതിരേക്കാണം കിരാതമൂർത്തിയും ആദിതിരേക്കാണം ഖണ്ഡാർഖണ്ഡനുമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത്രയുമാണ് സൂര്യനെ സംബന്ധിക്കുന്ന ദേവതാരൂപങ്ങൾ. അത് ഭേദമനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ജ്യോതിഷം പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ജ്യോതിഷ പ്രേമികൾക്കും ഈ ദേവതാ വിഷയം സാധാരണ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് ഇല്ല. അത് തന്നെയുമല്ല, ഇത് പറഞ്ഞു കൊടുക്കുന്നവർ തന്നെ വളരെ വിരളമായതുകൊണ്ടാണ് പലപ്പോഴും കൺഫ്യൂഷൻ വരികയും അതുപോലെ പ്രശ്നത്തിന് പോകുന്നവരെ എന്താണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കാതെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരെ ഇങ്ങോട്ട് സൂചിപ്പിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തു പറയണമെന്ന് അറിയാൻ വയ്യാത്ത സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് നല്ലതുപോലെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും സ്വയം അറിയാനും വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ നന്ദി, നമസ്കാരം. അത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക.